ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. 6ാം ക്ലാസ്സിൻ്റെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ യൂണിറ്റിലെ എല്ലാ പ്രവർത്തനങ്ങളും എല്ലാവരും പൂർത്തിയാക്കിയല്ലോ. എനിക്ക് പൂർത്തിയാക്കി അയച്ചു തന്ന എല്ലാവർക്കും ഇന്നൊരു സമ്മാനവുമായിട്ടാണ് ക്ലാസ്സിൽ ഞാൻ എത്തിയിരിക്കുന്നത്. എന്താണെന്നറിയാമോ? മിഠായികളുണ്ട്. എത്ര മിഠായി ഉണ്ടെന്ന് നിങ്ങൾ നോക്കണേ. എനിക്ക് പ്രവർത്തനം അയച്ചു തന്ന, പൂർത്തിയാക്കി അയച്ചു തന്ന എല്ലാവർക്കും ഉള്ള സമ്മാനമാണ്. അവർക്ക് മാത്രമാണ് ഈ സമ്മാനം ഉള്ളത്. നിങ്ങൾ നോക്കൂ, എത്ര പേരുണ്ട് എനിക്ക് അയച്ചു തന്നവരെന്ന് എണ്ണി നോക്കണേ. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ എത്ര പേര് ടീച്ചറിന് അയച്ചു തന്നെന്ന്. നോക്കൂ, എത്ര പേര് അയച്ചു തന്നിട്ടുണ്ടെന്ന് ഈ മിഠായി എണ്ണി നോക്കിയാൽ അറിയാം. നോക്കൂ, നിങ്ങൾ പ്രവർത്തനങ്ങൾ അയച്ചു തന്ന എത്ര കുട്ടികളുണ്ടോ അവരുടെ മിഠായി ഇവിടെ റെഡിയാണ്. നോക്കൂ, എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണി നോക്കൂ. ഇത്രയും പേരാണ് എനിക്ക് പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി അയച്ചു തന്നത് അല്ലേ? കണ്ടല്ലോ എത്ര പേരാണെന്ന്. എൻ്റെ കയ്യിലുള്ള ഈ മിഠായി മിടുക്കരായ, അതായത് എല്ലാ പ്രവർത്തനങ്ങളും ഭംഗിയായി അയച്ചു തന്ന 3 പേർക്ക് ഞാൻ വീതിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഞാൻ ഈ മിഠായികളെ 3 പേർക്ക് തുല്യമായി വീതിച്ചു കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരാൾക്ക് എത്ര മിഠായി കിട്ടും? ഒന്ന് ക്രമീകരിക്കാമോ? ഒന്ന് വീതിച്ചു കൊടുക്കാമോ? ഇവിടെ ഞാൻ 12 മിഠായികൾ 3 പേർക്ക് തുല്യമായി കിട്ടത്തക്ക വിധം വീതിച്ചു വെച്ചു. നിങ്ങൾ ഇങ്ങനെയാണോ വീതിച്ചത്? ഒരാൾക്ക് എത്ര മിഠായി കിട്ടി? ആകെ എത്ര മിഠായി ആയിരുന്നു? 12 അല്ലേ? ഞാൻ എത്ര പേർക്ക് വീതിച്ചു കൊടുത്തേ? 3 പേർക്ക് അല്ലേ? അപ്പോൾ ഒരാൾക്ക് എത്ര മിഠായി കിട്ടി? എത്ര കിട്ടി? ശരിയാണ്. എത്ര? 4 എണ്ണം അല്ലേ? ശരിയാണ്. നിങ്ങളും ഇങ്ങനെയല്ലേ വീതിച്ചത്? ഈ മിഠായികൾ 3 പേർക്ക് വീതിച്ചപ്പോൾ എല്ലാവർക്കും വിഷമമായോ? ഞാൻ എന്നാൽ ഈ മിഠായികൾ 4 പേർക്ക് വീതിച്ച് നൽകാൻ പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് എത്ര മിഠായി കിട്ടും? ഒന്ന് വീതിച്ചു നോക്കൂ. ഇപ്പോൾ ഇങ്ങനെയാണോ നിങ്ങൾ വീതിച്ചത്? എൻ്റെ കയ്യിലുള്ള 12 മിഠായി 4 പേർക്ക് ഇപ്പോൾ ഞാൻ വീതിച്ചു കൊടുത്തതല്ലേ? അപ്പോൾ ഒരാളുടെ കയ്യിൽ എത്ര മിഠായി കിട്ടി? നോക്കൂ, 12 മിഠായിയെ 4 ആയിട്ട് വീതിച്ചു അല്ലേ? അപ്പോൾ ഒരാളുടെ കയ്യിൽ 3 മിഠായി ഉള്ളല്ലേ? മുമ്പേ ഞാൻ 3 പേർക്കല്ലേ വീതിച്ചത്? അപ്പോൾ ഒരാളുടെ കയ്യിൽ എത്ര മിഠായി ആയിരുന്നു? 4 മിഠായി ആയിരുന്നല്ലേ? ഇപ്പോൾ ഒരാളും കൂടി വന്നപ്പോൾ മിഠായിയുടെ എണ്ണം കുറഞ്ഞല്ലേ? 3 മിഠായി വെച്ചേ ഒരാൾക്ക് കിട്ടിയുള്ളൂ. നിങ്ങൾക്ക് ഇങ്ങനെ തന്നെയല്ലേ കിട്ടിയേ? ഇനി നമുക്ക് ഈ 12 മിഠായിയെ ഞാൻ 6 പേർക്ക് തുല്യമായി വീതിച്ചു കൊടുത്താൽ ഒരാൾക്ക് എത്ര കിട്ടുമെന്ന് നോക്കാം. 2 പേരെയും കൂടി ഞാൻ വിളിച്ചു അല്ലേ? അപ്പോൾ ഇപ്പോൾ 6 പേരുണ്ട് എൻ്റെ അടുത്ത്. അങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് എത്ര മിഠായി കിട്ടും നോക്കാം. ഇപ്പോൾ നോക്കൂ, എത്ര മിഠായി ആയിരുന്നു എൻ്റെ കയ്യിലുള്ളത്? 12 മിഠായി അല്ലേ? ആ 12 മിഠായി ഞാൻ എത്ര പേർക്കാണ് വീതിച്ചു കൊടുത്തേ? 6 പേർക്ക്. അപ്പം 12 മിഠായി 6 പേരുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരാളുടെ കയ്യിൽ എത്ര മിഠായി ഉണ്ട്? എത്ര ഉണ്ട്? എണ്ണി നോക്കിയോ? 2 എണ്ണം അല്ലേ? ശരിയാണ്. എങ്ങനെ കിട്ടിയേ? 12നെ കുട്ടികളുടെ എണ്ണമായ 6 കൊണ്ട് ഹരിച്ചു നോക്കില്ലേ? ഡിവൈഡ് ചെയ്ത് നോക്കി. ഇപ്പൊ എത്ര കിട്ടി? 2. മിഠായി വിഭജിച്ചത് കണ്ടല്ലോ. എൻ്റെ കയ്യിൽ എത്ര മിഠായി ആയിരുന്നു ഉണ്ടായിരുന്നത്? 12 മിഠായി അല്ലേ? അത് ഞാൻ ആദ്യം എത്ര പേർക്കായിരുന്നു വീതിച്ചു കൊടുത്തത്? 3 പേർക്കല്ലേ? അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന 12 മിഠായി 3 ആയിട്ട് ഡിവൈഡ് ചെയ്തു, 3 ആയിട്ട് വിഭജിച്ചു. അപ്പോൾ ഒരാൾക്ക് എത്ര കിട്ടി? 12 ഡിവൈഡഡ് ബൈ 3 അല്ലേ? അപ്പൊ എത്ര കിട്ടി? ഒരാളുടെ കയ്യിൽ 4 മിഠായി ആയിരുന്നു കിട്ടിയതല്ലേ? ഇനി ഞാൻ ഒരാൾക്കൂടെ കൊടുത്തപ്പോൾ, അതായത് 12 മിഠായി 4 പേർക്ക് വീതിച്ചു കൊടുത്തപ്പോൾ ഒരാളുടെ കയ്യിൽ എത്ര മിഠായി കിട്ടി? 12നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തില്ലേ? 4 കൊണ്ട് ഹരിച്ചു. എത്ര കിട്ടി? ഒരാളുടെ കയ്യിൽ 3 മിഠായിയാണ് കിട്ടിയത്. കണ്ടല്ലോ. അടുത്തത് എന്താ ചെയ്തത്? ഞാൻ
രണ്ടു പേരെയും കൂടെ വിളിച്ചില്ലേ 6 പേർക്ക് ഞാൻ തുല്യമായി വീതിച്ചു കൊടുത്തു. അപ്പോഴും എൻ്റെ കയ്യിൽ എത്ര മിഠായി ഉണ്ടായിരുന്നുള്ളൂ? 12 മിഠായി ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ എത്ര പേർക്കാണ് വീതിച്ചു കൊടുത്തത്? 6 പേർക്കാണല്ലേ. അങ്ങനെയാണെങ്കിൽ ഒരാളുടെ കയ്യിൽ എത്ര കിട്ടി? 12നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്തില്ലേ, 6 കൊണ്ട് ഹരിച്ചു. അപ്പൊ എത്ര കിട്ടി? ഒരാൾക്ക് 2 മിഠായിയാ കിട്ടിയതില്ലയോ? ഇനി ഞാന് ഈ 12 മിഠായി ഓരോന്നാണ് കൊടുത്തിരുന്നെങ്കിൽ ഒരാൾക്ക് എത്ര കിട്ടുമായിരുന്നു? 12നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 12 തന്നെയായിരുന്നു. അപ്പോൾ 12 പേർക്ക് കിട്ടുമായിരുന്നല്ലേ. അപ്പോൾ എന്താ നമ്മൾ കണ്ടത്? ആകെയുള്ള 12 മിഠായിയെ കുട്ടികളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ, അവയുടെ എണ്ണം കൊണ്ട് കഴിച്ചപ്പോൾ എന്ത് കിട്ടി? ഒരാൾക്ക് കിട്ടിയ മിഠായിയുടെ എണ്ണം കിട്ടിയില്ലയോ? ഇതാണ് ശരാശരി അഥവാ ആവറേജ്. ഒരാൾക്ക് കിട്ടുന്ന എണ്ണമാണ്. എല്ലാവർക്കും തുല്യമായി വീതിച്ചു കൊടുക്കുമ്പോൾ ഒരാൾക്ക് കിട്ടുന്ന എണ്ണമാണ് ആവറേജ് അഥവാ ശരാശരി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ശരാശരി എന്നൊരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? എവിടെയാ കേട്ടിട്ടുള്ളത്? മഴയുടെ അളവ് ശരാശരി കണക്കിലാ പറയുന്നില്ലയോ? അതായത് എല്ലായിടവും മഴ ഒരുപോലെയാണോ പെയ്യുന്നത്? അല്ല. ചില ഭാഗങ്ങളിൽ മഴ കൂടുതലുണ്ടാകും, ചില ഭാഗങ്ങളിൽ മഴ കുറവായിരിക്കില്ലയോ? അപ്പൊ നമ്മൾ മഴയുടെ കണക്ക് എങ്ങനെയാ പറയുക? ശരാശരി അളവിലാണ് പറയുന്നത് ഇല്ലയോ? കൂടുതൽ പെയ്ത സ്ഥലത്തെ അളവും കുറച്ച് പെയ്തെടുത്തെ അളവും തമ്മിൽ എന്ത് ചെയ്യും? കൂട്ടിയിട്ട് എത്ര സ്ഥലങ്ങളുടെ അളവാണോ നമ്മൾ എടുത്തത് അതുകൊണ്ട് ഹരിച്ചു നോക്കിയാണ് നമ്മൾ ശരാശരി അളവ് പറയുന്നത്. വേറെ എവിടെ കേട്ടിട്ടുണ്ട്? നമ്മളുടെ സാറ് വന്ന ക്ലാസ്സിൽ ചോദിക്കുകയാണ്, ഈ ക്ലാസ്സിലെ നിലവാരം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ ക്ലാസ്സിന്റെ നിലവാരം എങ്ങനെയാ പറയുക? എല്ലാരും മിടുക്കരാണെന്ന് പറയാൻ പറ്റുമോ? അപ്പൊ സാർ ചോദിക്കില്ലേ, ആരും പഠിക്കാൻ മോശമില്ലയോ എന്ന് ചോദിക്കില്ലേ? എല്ലാരും മോശമാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല അല്ലേ. അപ്പൊ ഞാൻ പറയുന്ന വാക്കാണ് എന്ത്? ശരാശരി നിലവാരക്കാരാണെന്ന് ഞാൻ പറയില്ലേ. എന്ന് വെച്ചാൽ എന്താ എൻ്റെ അർത്ഥം? അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? എല്ലാവരും മിടുക്കരുമല്ല, എല്ലാവരും മോശവുമല്ല. അതായത് ഒരുവിധം പഠിക്കുന്ന കുട്ടികളാണ് എൻ്റെ ക്ലാസ്സിലുള്ള കുട്ടികളെന്ന് ഞാൻ പറയും. അങ്ങനെയല്ലേ വേണ്ടേ? അപ്പോൾ എന്താണ് ശരാശരി എന്ന വാക്കുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്? തുല്യമായി വീതിച്ചാൽ ഒരാൾക്ക് കിട്ടുന്ന അളവാണ് ശരാശരി അഥവാ ആവറേജ്. ആവറേജ് അഥവാ ശരാശരി എന്ന പദം നമ്മൾ കേട്ടല്ലോ. ഇനി അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് പോകാം. ആദ്യ പ്രവർത്തനം നോക്കൂ. സംഭാവന കണക്ക്, ഡൊണേഷൻ മാർക്ക്. ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ വാങ്ങാൻ 6A ക്ലാസ്സിലെ കുട്ടികൾ 1000 രൂപ പിരിക്കാൻ തീരുമാനിച്ചു. ക്ലാസ്സിൽ 40 കുട്ടികളുണ്ട്. എല്ലാവരും ഒരേ തുകയാണ് കൊടുക്കുന്നത്. എങ്കിൽ ഒരാൾ എത്ര രൂപ വീതം കൊടുക്കണം? Children in class 6A decided to raise 1000 rupees to buy book for the library. There are 40 children in the class. They decided that all of them should give the same amount. How much should each give? Total amount എത്രയാണ്? 1000 rupees ഇല്ലയോ? അപ്പോൾ ടോട്ടൽ എമൗണ്ട് എത്രയാണ്? 1000 rupees, 1000 രൂപയാണ് അല്ലേ. എത്ര പേരാണ് ആ ക്ലാസ്സിലുള്ളത്? നമ്പർ ഓഫ് ചിൽഡ്രൻ, കുട്ടികളുടെ എണ്ണം. എത്രയാണ് കുട്ടികൾ? എത്ര കുട്ടികളാണ് ആ ക്ലാസ്സിലുള്ളത്? 40 കുട്ടികൾ ഇല്ലയോ? അങ്ങനെയാണെങ്കിൽ ആവറേജ് അഥവാ ശരാശരി എത്രയായിരിക്കും? ആവറേജ് അഥവാ ശരാശരി ഒരാൾ കൊണ്ടുവന്ന തുക എത്രയായിരിക്കും? ടോട്ടൽ എമൗണ്ട് 1000 അല്ലേ? 1000 rupees, 1000 രൂപയെ നമ്പർ ഓഫ് ചിൽഡ്രൻ കുട്ടികളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 40 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എത്ര കിട്ടും?
എത്രയാണ് കിട്ടുക? 0 ക്യാൻസലായി. 100നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടുക? 25 രൂപ. ഒരാൾ കൊണ്ടുവരുന്ന തുകയാണ് ആവറേജ് അഥവാ ശരാശരി എന്ന് ഉദ്ദേശിക്കുന്നത്. എത്ര രൂപയാണ് കൊണ്ടുവരേണ്ട ഒരാള്? 25 രൂപയാണ്. അപ്പൊ ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ എമൗണ്ട് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ചിൽഡ്രൻ, കുട്ടികളുടെ എണ്ണം. അപ്പോൾ ഒരാൾ കൊണ്ടുവരേണ്ട തുകയാണ് ആവറേജ് അഥവാ ശരാശരി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തൊരു പ്രവർത്തനം നോക്കാം. 6B ക്ലാസ്സിൽ 30 കുട്ടികളാണുള്ളത്. ഒരു ചികിത്സാ സഹായ നിധിയിലേക്ക് ഈ ക്ലാസ്സിൽ നിന്ന് 1200 രൂപ സംഭാവനയായി കിട്ടി. ഓരോ കുട്ടിയും എത്ര രൂപ വീതമാണ് കൊടുത്തതെന്ന് പറയാമോ? എല്ലാവരും ഒരേ തുക ആകണമെന്നില്ല. There are 30 children in class 6th B. They raised 1200 rupees for a medical fund. Can you calculate how much each give? The amount given may not be the same. ശ്രദ്ധിച്ചേ, നമ്മുടെ ചികിത്സാ സഹായ ഫണ്ടിലേക്ക് എത്ര തുക പിരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്? എമൗണ്ട് അഥവാ തുക എത്ര രൂപയാണ്? 1200 രൂപയാണ് പിരിക്കാൻ തീരുമാനിച്ചത്. കുട്ടികളുടെ എണ്ണം എത്രയാണ് അവിടെ? ആ ക്ലാസ്സിലെ 6Bയിലെ കുട്ടികളുടെ എണ്ണം എത്രയാണ്? 30 ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരാൾ എത്ര രൂപ കൊണ്ടുവരണം? എത്ര രൂപ കൊണ്ടുവന്നാൽ പറ്റും? എല്ലാവരും ഒരേ തുക ആയിരുന്നു എങ്കിൽ എത്ര രൂപ കൊണ്ടുവന്നാൽ പറ്റും? നമുക്ക് ശരാശരി അഥവാ ആവറേജ് കണ്ടുപിടിച്ചാൽ മതിയോ? അപ്പൊ ശരാശരി അഥവാ ആവറേജ് ആണ് നമുക്ക് കണ്ടെത്തേണ്ടതെങ്കിൽ ടോട്ടൽ എമൗണ്ട് ആകത്തുകയെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 30 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എത്ര കിട്ടും? 0 ക്യാൻസലായി. 120/3 എത്ര കിട്ടുന്നേ? 40 അല്ലേ? 40 രൂപയല്ലേ കിട്ടുക? എല്ലാവരും ഒരേ തുകയാണ് കൊണ്ടുവരുന്നതെങ്കിൽ ഒരാൾ 40 രൂപ കൊണ്ടുവരണം. പക്ഷെ ഇവിടെ എല്ലാവരും ഒരേ തുകയല്ല കൊണ്ടുവന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ 1200 രൂപ കളക്ട് ചെയ്യുന്നത്, ശേഖരിക്കുന്നത്? 40 രൂപ ആണ് ഓരോരുത്തരും കൊണ്ടുവരേണ്ടത്. ഇനി ഒരാൾ 30 രൂപയെ കൊണ്ടുവന്നിട്ടുള്ളൂ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഒരുപോലെ ആക്കാൻ വേണ്ടി മറ്റൊരാൾ എന്ത് ചെയ്യണം? ശരാശരിയേക്കാൾ 10 രൂപ കൂടുതൽ കൊണ്ടുവരണം. ഒരാൾ 30 രൂപ ശരാശരിയേക്കാൾ 10 രൂപ കുറവാണ് കൊണ്ടുവരുന്നതെങ്കിൽ മറ്റൊരാൾ എന്ത് ചെയ്യണം? അതിനെ തുല്യമാക്കാൻ വേണ്ടി ശരാശരിയേക്കാൾ 10 രൂപ കൂടുതൽ കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തോ? ഈക്വൽ ആകും. ശരാശരിക്ക് തുല്യമാകത്തക്ക തരത്തിൽ തുകയെ ഡിവൈഡ് ചെയ്യും. അപ്പൊ ആകത്തുകയെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആവറേജ് അഥവാ ശരാശരി കിട്ടുന്നത്. ഇനി എല്ലാവരും ഒരേ തുക അല്ല കൊണ്ടുവന്നതെങ്കിൽ നമ്മൾ എന്ത് കണ്ടെത്തിയാൽ മതി? ശരാശരി കണ്ടെത്തണം. അപ്പോൾ നമുക്ക് മനസ്സിലാകും ആരെങ്കിലും തുക കുറവാണ് കൊണ്ടുവന്നതെങ്കിൽ അതിനേക്കാൾ കൂടുതൽ കൊണ്ടുവന്നവരും ആ ക്ലാസ്സിൽ ഉണ്ടായിരിക്കും. മനസ്സിലായോ? എല്ലാ തുകയും ഈക്വൽ ആക്കുമ്പോൾ കിട്ടുന്ന, തുല്യമാക്കുമ്പോൾ കിട്ടുന്ന ഒരാളുടെ തുകയാണ് നമ്മുടെ ശരാശരി അഥവാ ആവറേജ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആവറേജ് കണ്ടെത്താനുള്ള ഒരു ഇക്വേഷൻ നമുക്ക് നോക്കാം. ആവറേജ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ബൈ നമ്പർ. ടോട്ടൽ ബൈ നമ്പർ. That is also equal to A is equal to T by N. Total by number. അടുത്തൊരു പ്രവർത്തനം നോക്കൂ. ഒരാളുടെ 5 ദിവസത്തെ ചെലവ് 300, 260, 270, 280, 290 എന്നിങ്ങനെയാണ്. അയാൾക്ക് ഒരു ദിവസം ശരാശരി എത്ര രൂപയാണ് ചെലവായത്? On 5 days,
A man spent 300 rupees, 260 rupees, 270 rupees, 280 rupees and 290 rupees. How much did he spend each day on average? നോക്കൂ, ഒരാൾക്ക് 5 ദിവസം ചെലവായ തുക തന്നിട്ടുണ്ട്, ഇല്ലയോ? ഏതൊക്കെയാണ് ആ തുക എന്ന് നോക്കൂ. അപ്പൊ നമുക്ക് ആദ്യം എന്താ കണ്ടെത്തേണ്ടത്? ടോട്ടൽ എമൗണ്ട് കണ്ടെത്തണം, അല്ലേ? അപ്പൊ ടോട്ടൽ എമൗണ്ട് കണ്ടെത്തണമെങ്കിൽ നമുക്ക് ആകെ തുക കണ്ടെത്തണമെങ്കിൽ എല്ലാ തുകയും എഴുതി കൂട്ടണ്ടേ? അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യുക? ടോട്ടൽ എമൗണ്ട്, ആകെ തുക കണ്ടെത്തണം, അല്ലേ? 5 ദിവസമല്ലേ അദ്ദേഹം ചെലവാക്കിയത്? ആദ്യ ദിവസം എത്ര രൂപയായിരുന്നു ചെലവാക്കിയത്? 300 രൂപ. രണ്ടാം ദിവസമോ 260 രൂപയെ ചെലവാക്കിയുള്ളൂ. മൂന്നാം ദിവസമോ 270 രൂപ ചെലവാക്കി. നാലാം ദിവസമോ 280 രൂപ. അടുത്ത ദിവസം 290 രൂപയാണ് ചെലവാക്കിയത്. ആകെ തുക എത്രയാ കിട്ടുക? എല്ലാം കൂടി കൂട്ടി എഴുതണം, അല്ലേ? എത്ര കിട്ടും? ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ ആഡ് ചെയ്യുമ്പോൾ 1400 രൂപ കിട്ടും. എത്ര ദിവസമാണ് അദ്ദേഹം ചെലവാക്കിയത്? 5 ദിവസം, ഇല്ലയോ? അപ്പൊ ദിവസങ്ങളുടെ എണ്ണം, നമ്പർ ഓഫ് ഡേയ്സ് എത്ര കിട്ടി? 5, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം അദ്ദേഹത്തിന് ശരാശരി എത്ര രൂപ ചെലവാക്കി? ഒരു ദിവസത്തിന്റെ അളവ് കാണുന്നതാണ് ശരാശരി. അപ്പൊ ആവറേജ് സ്പെൻഡ് അഥവാ ശരാശരി ചെലവ് എത്രയാണ്? ശരാശരി ചെലവ് എത്രയായിരിക്കും? ആകെ ചെലവായ തുക ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡേയ്സ്. എത്ര ദിവസമാണോ ചിലവാക്കിയ ദിവസങ്ങളുടെ എണ്ണം 1400 ബൈ 5, അല്ലേ? എത്ര കിട്ടും? 1400 ബൈ 5 എത്ര കിട്ടുന്നേ? 280. അപ്പൊ അദ്ദേഹത്തിന് ഒരു ദിവസം ചെലവായ തുക എത്രയാണ്? 280 അഥവാ 280. ഈ പ്രവർത്തനം മറ്റൊരു തരത്തിലൊന്ന് നോക്കാം നമുക്ക്. അദ്ദേഹത്തിന് ചെലവായ തുക, 5 ദിവസം ചെലവായ തുക തന്നിരിക്കുന്നത് 300, 260, 270, 280, 290 എന്നീ സംഖ്യകളായിട്ടല്ലേ? ഈ സംഖ്യ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഒരു പാറ്റേൺ ആയിട്ടല്ലേ തന്നേക്കുന്നത്? എങ്ങനെയാ ഈ പാറ്റേൺ? തുടർച്ചയായിട്ടുള്ള ഒരു സംഖ്യ പാറ്റേൺ ആയിട്ട് എഴുതാൻ പറ്റുമോ എന്ന് നോക്കിയേ. പറ്റും, അല്ലേ? ഏറ്റവും ചെറിയ സംഖ്യ ഏതാ? 260. അതില് വലിയ സംഖ്യ ഏതാ? 270. 10ന്റെ ഡിഫറൻസ് അല്ലേ ഉള്ളേ? അടുത്ത സംഖ്യ ഏതാ? 280. തൊട്ടടുത്ത സംഖ്യ ഏതാ? 290. അടുത്തത് ഏതാ? 300. അപ്പൊ 10ന്റെ വ്യത്യാസമുള്ള ഒരു പാറ്റേൺ, നമ്പർ പാറ്റേൺ ആയി നമുക്ക് കിട്ടി. അപ്പൊ നോക്കിയേ, നമുക്ക് കിട്ടിയ ശരാശരി ഈ പാറ്റേണിൽ വന്നിട്ടുണ്ടോ? ഉണ്ടല്ലേ? എവിടെയാ വന്നേ? മിഡിൽ നമ്പർ ആയിട്ടാണ് വന്നത്. മധ്യത്തിലുള്ള സംഖ്യ, നടുക്കുള്ള സംഖ്യ ആയിട്ടാണ് വന്നത്, അല്ലേ? അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചേ, 280 ആണ് ആവറേജ് നമ്പർ. ആവറേജ് നമ്പറിന്റെ ശരാശരി സംഖ്യയുടെ മുൻപിലും 2 സംഖ്യയുണ്ട്. ശരാശരി സംഖ്യയുടെ ആവറേജ് നമ്പറിന്റെ പിറകിലും 2 സംഖ്യയുണ്ട്. അപ്പൊ ആവറേജ് നമ്പർ എന്ന് പറയുന്നത് ഏത് നമ്പറാണ്? മിഡിൽ നമ്പറാണ്. എങ്ങനെ ആയാൽ ഒരു നമ്പർ പാറ്റേൺ ആണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന ആവറേജ് എന്തായിരിക്കും? മിഡിൽ നമ്പർ ആയിരിക്കും. അപ്പൊ മനസ്സിലായല്ലോ? ഇപ്പോഴ് നമുക്കൊരു നമ്പർ പാറ്റേൺ ആണ് തന്നിരിക്കുന്നതെങ്കിൽ ടോട്ടൽ എമൗണ്ടും നമ്പറും എടുത്ത് ആവറേജ് കാണണമെന്നില്ല. കണ്ടാലും നമുക്ക് ഈ ആൻസർ ആണ് കിട്ടുന്നത്. എങ്കിലും പാറ്റേൺ ആണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മുടെ മിഡിൽ നമ്പർ ആയിരിക്കും അവയിലെ ആവറേജ് നമ്പർ എന്ന് പറയുന്നത്. ഒരു കാര്യം കൂടി ഞാൻ വെറുതെ പറഞ്ഞതാണ്. എൻ്റെ കയ്യിൽ കൂടുതൽ മിഠായി ഉണ്ട്. നിങ്ങൾ എല്ലാവരും മിടുക്കരാണ്. എല്ലാവർക്കും മിഠായി ഉണ്ട് കേട്ടോ.
ഇപ്പോൾ വേണ്ടുന്നവർ ഇപ്പോൾ എടുത്തുകൊള്ളുക, ബാക്കിയുള്ളവർക്ക് പിന്നീട് തരുന്നതായിരിക്കും. ഇനി ഈ യൂണിറ്റിലെ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നവർക്ക് ഇനിയും ടീച്ചർ മിഠായി എത്തിച്ചു തരുന്നതായിരിക്കും. ഇന്ന് നമ്മൾ എന്താ പഠിച്ചത്? ശരാശരി അഥവാ ആവറേജ് എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ? എന്തായിരുന്നു ശരാശരി? ടോട്ടല്, ആകെ അളവിനെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി ഇല്ലയോ? ഒരാൾക്ക് കിട്ടുന്നത് എല്ലാവർക്കും തുല്യമായി വീതിച്ചാൽ ഒരാൾക്ക് കിട്ടുന്നത്, അതായിരുന്നു ആവറേജ് അഥവാ ശരാശരി. അപ്പോൾ ഇതിനെ തുടർന്ന് നമ്മുടെ പാഠപുസ്തകത്തിലെ 22-ാം പേജിലെ 4 പ്രവർത്തനങ്ങളുണ്ട്. എല്ലാവരും വൃത്തിയായും ഭംഗിയായും നോട്ട്ബുക്കിൽ എഴുതുക, ടീച്ചറിന് അയച്ചു തരണം. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.